कंट्रीज के कितने सारे कमेंट्स आए थे एंड ये मुझे लगता है वन ऑफ द बेस्ट कॉमेडी मूवीज होने वाली है मलयालम सिनेमा की तरफ से. കാനഡ എന്ന ഈ മഹാരാജ്യത്തിലേക്ക് ചേക്കേറിയവർ ചില അഭ്യാസങ്ങൾ കാണിക്കാറുണ്ട്. എന്നാൽ ചില ലവന്മാർ ജീവിക്കുന്നത് തന്നെ Only to perform stunts. കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ഈ കഥയിലെ നായകൻ हीरो कौन है ये हीरो? बाइक से एंट्री हमेशा कूल ही होती है. टॉल तो काफी है. अच्छा एक्चुअल ये है. ये ओ എന്റെ ഭഗവാനെ കാത്തുരക്ഷിക്കണേ. അഞ്ചിന്റെ കാനഡ നയ പൈസ ഇല്ല. ശ്ശോ, आए कैसे फिर? കണ്ണും കാണാൻ വയ്യ. भूख भी लग रही है. फ्राइड मैकरल. अच्छा इन्हें कनाडा में मलयालम गाना सुनाई दे रहा है. अरे होता है यार कोई फॉरेन में अपना देश का मिल जाए. आह अरे हाँ मैं सैलेड ऐसे खाती हूँ चाइनीज वाइनीज का एएसएमआर लगा के फिर कितना रो रहे. अरे अरे അയല പൊരിച്ചതുണ്ട്. ഇതാരാ അപശ്രുതി പാടുന്നത്? ट्यूनलेसली മീൻ വറുത്തതുണ്ട്. കുടംപുളി ഇട്ടു വച്ച നല്ല ചെമ്മീൻ Oh, wow. കറിയുണ്ട്. भाईचारा ऑन टॉप. गाने क्या क्या मिलवा देते. പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാക്ക സാമ്പാറില് കൈപ്പയ്ക്ക फाइनली मिलन. हाय हाय इमोशनल म्यूजिक. വന്നു മച്ചുനനെ. मलयाली दोस्त. पिछड़े हुए भाई लग रहे हैं. ആരാ മനസ്സിലായില്ല? ഉല്ലാസ്. ഉല്ലാസ് ഉല്ലാസ്? വല്ലല്ലേ ആ. ഞാൻ ജിമ്മി. ജിമ്മി തന്നെ. ഒരു മാരേജ് ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാ. ആരുടെ? എന്റെ തന്നെ. उसकी वेडिंग पे आए. എനിക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു തരുമോ? ब्राइड कौन है? ഓ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ല. സാരല്ല, നമുക്കൊന്ന് അന്വേഷിക്കാം. ഈ മലയാളികളായതുകൊണ്ട് നമുക്ക് ഈ കണ്ടുപിടിക്കാൻ പ്രയാസം. अच्छा कनाडा बहुत मलयाली है. ഫ്ലൈറ്റിൽ നിന്നൊന്നും തന്നില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോ അതിന്റെ ക്യാഷ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങി കൊടുക്കണം. क्यों तेरे पास नहीं है? Anything else, sir? ഒരു സെക്കൻഡ്. Is it possible for you to close the bill as we are ready to leave and wish to pay? It's $15, sir. Thank you, babe. Yeah. एक्सेंट के लिए ये ऐसे करते हैं. Thank you very much. You're welcome. I want some water. Sure. Anything else? Whoa. കനേഡിയൻ ആക്സന്റ് സംസാരിക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ചു. अच्छा कैनेडियन एक्सेंट के लिए. Jimmy. യെസ് ഡാർലിംഗ്. ओह വിളിച്ചതുപോലെ തോന്നി. कैनेडियन वाइफ. Come on, Jimmy. अच्छा नहीं कुत्ते को बुला रहे. പട്ടിയെ വിളിച്ചത്. ജിമ്മിന്ന് ആരാ പേരിട്ടത്? കൈസർ ചുപ്പ്. चुप्पी. പട്ടി കുടുംബം. എന്താ? അല്ല, പറ്റിയ കുടുംബം. അതെ, ഇവിടുത്തെ വർക്ക് കഴിയുമ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ വണ്ടിയും പിടിച്ചോണ്ട് വരാം. പ്ലീസ് ഗെറ്റ് ഇൻ. यार गाड़ी तो बढ़िया है इनके पास. കയറിക്ക്. അല്ല, ഇപ്പൊ പ്രൈവറ്റ് ടാക്സി അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. हाँ അതെ, അത് തന്നെയാണിത്. ഞാൻ പ്രൈവറ്റ് ടാക്സി ആയിട്ട് ഓടും. अच्छा ये इनकी ही टैक्सी है. അല്ലേ? ആരായാലും driver താൻ है ये. വരുന്നുണ്ടോ ഇല്ലയോ? വരാം. എന്നാ കയറിക്കാം. അതെ, എന്റെ ഒരു പെട്ടി കൂടി കയറ്റാണ്ട്. ഞാൻ നേരത്തെ ഇരുന്ന സ്ഥലത്താണൊക്കെ. ഓൺലൈൻ, ഫേസ്ബുക്ക്, വാട്സാപ്പ്. ഏയ്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തനി നാടൻ രീതിയിലാണ്. അതെങ്ങനെ സംഭവിച്ചു? വരാനുള്ളത് വരും. വളവും തിരിവും തിരിഞ്ഞു വരും. സ്ലോ മോഷനിലല്ല, ഹൈ സ്പീഡ്. Whoa. ये कौन आया? कैसे ड्राइव कर रहे हैं ये? ओवरलोडेड बस. इतने सारे केले. ये कहाँ जा रही है ये बस? खाली रोड पे ऐसे क्यों चला रहा है? अलग ही राइड है ये, राइड.
दो गालियां എനിക്ക് പൊടിക്കോ അപ്രിലില്ല ലൈഫിനില്ലേ എനിക്ക് ரொம்ப പൊടിക്കൂ കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കുന്നല്ലേ आंसू पहुंच गए ഭ്രാന്തനല്ല இந்த പഴനിസ്വാമിയുടെ ഗോഡൗൺ എവിടെയാ പളനിച്ചാമിയാ അരിസി കടത്താ राइस स्मगलिंग smuggling होती है। முடியாது पता नहीं क्यों மாமே ஆமாண்ணே க்ளீன் பண்ணி நம்ம பேரோட சாக்கி போடும்போது செலவு 5 ரூபாய் 2 ரூபாய்னா കൺഫേം பண்ணுங்க நம்ம கையில ദുട്ട് റെഡി എന്തായാലും കച്ചവടം നടക്കട്ടെ കൊടുത്തു വിട് മലയാളിയെ അതെ എന്താ വന്നേ അതെ അതെ കമ്പനി പേര് തന്നെ സാധനങ്ങൾ വരുന്നത് ഓണറിന്റെ പേരോ അവിനാഷ് അവിനാഷ് അല്ല അവിനാഷ് ഉല്ലാസേ നിനക്ക് എന്നോട് ഒരു വിശ്വാസക്കുറവുണ്ട് അത് മാറണം പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരിക്കലും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല आहा നിന്നെ തിരിച്ചറിയാൻ വൈകി പോയി സുഹൃത്തെ मुझे ऐसा क्यों लग रहा है धोखा देंगे इनको ഈ തിരിച്ചറിവ് എന്നെ ഉന്നതിയിലെത്തിക്കും ग्रेट हाइट्स ओले सेंट्रल जेल 6 महीने बाद कोई जेल में 6 महीने के 6 साल രക്ഷപ്പെടുത്താൻ നീ വന്നില്ല വന്നിരുന്നെങ്കിൽ ഞാനും ഒത്തായനെ നിന്റെ ഒടുക്കത്തെ അരികടത്തിൽ കാരണം 6 Six മാസം ഞാൻ months. കിടന്നു. 6 മഹിനെ എന്നിട്ട് എന്നെ ഒന്ന് കാണാൻ പോലും നീ വന്നില്ല നിന്റെ കിടപ്പ് കണ്ടു നിൽക്കാനുള്ള കെൽപ്പ് എനിക്കുണ്ടോടാ ആഹാ. അത്രയ്ക്ക് ക്രൂരനാണോ ഞാൻ ആണോടാ? പിന്നെ ഒരു സുഹൃത്ത് നിലയിൽ ഞാനൊന്നും ചെയ്തില്ല എന്ന് നീ പറയരുത് क्या किया നിന്റെ ഈ കാറില്ലേ ഞാൻ എന്റെ സ്വന്തം കാറിനെ പോലെ നോക്കിയത് मैंने ध्यान रखा तेरी कार का കൊന്നിടത്ത് മുഴുവൻ കൊണ്ടുപോയി അതുപോലെ തന്നെ നിന്റെ ഭാര്യയെ ഞാൻ वाइफ നിന്റെ ഭാര്യയെ ഞാനൊന്ന് അറിയിച്ചിട്ടില്ല നീ ഒരു കുഗ്രാമത്തിലാണ് അവിടെ റേഞ്ചിൽ എന്നൊക്കെ ആ പാവത്തിനെ പറഞ്ഞു തരും അതുമല്ല നിന്നെ പിടിച്ചപ്പോ ഒരു ലോഡ് അരിയല്ലേ അവർ പിടിച്ചെടുത്ത് ഇയാൾ അതങ്ങനെ കളയാൻ പറ്റുമോ ഫോട്ടോ വെച്ച് കയറുന്ന പട്ടേലരില്ലേ അയാളുടെ കയ്യിൽ നിന്ന് ബിസിനസ്സിൽ ഇറക്കാൻ വേണ്ടി കെട്ടുകണക്കിന് രൂപ വാങ്ങിയിരിക്കുന്നത് എന്റെ ഈശ്വര ആ വട്ടന്റെ കയ്യിലോ മാത്രമല്ല അയാളുടെ ഒരു പെങ്ങളുടെ കല്യാണമാണ് നീ മാർവാടി കല്യാണം ഒന്നും കണ്ടിട്ടില്ല पटेल वेडिंग में कैसे पहुंच गए ये अच्छा इनको यहाँ पे कोई कैनेडियन लड़की मिली होगी ये बहुत अच्छा कैरेक्टर है ഈ കുതിരപ്പുറത്തിരിക്കുന്നവരാ കഴുത എന്റെ കല്യാണത്തിന് ഒരു ലൂട പോലും കിട്ടിയിട്ടില്ല നിനക്ക് പെണ്ണ് കിട്ടിയതല്ല ബാക്കി ആയി ഫൈറ്റ് ഓ സുന്ദരി അതാരാ സിമ്രാൻ സിമ്രൻ പട്ടേലരുടെ പെങ്ങളാ നീ ഇവിടെ തന്നെ നിന്നാ മതി Oh no. ഹായ് ഞാൻ വിചാരിച്ചു നാട് വിട്ടു പോയിന്ന് ഓടെ വായി നോക്കി അങ്ങോട്ട് इनको मैंने बैंगलोर डेज में देखा है നന്നായി അരേ ഉല്ലാസ് അരി ഉല്ലാസല്ല വെറും ഉല്ലാസ് Just Allah. എങ്ങനെ ഉണ്ടായിരുന്നു അരിക്കച്ചവടം പൊടി പൊടിച്ചോ ഇല്ല പൊടി പിടിച്ചു കിടക്കാണ് ഗോഡൌണില് പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ अरे പൈസ അരി വിറ്റ് പോവാത്തോണ്ട അതിനു മുമ്പ് വാങ്ങിയതുമുണ്ടല്ലോ കുറെ അതിന്റെ ഇൻട്രസ്റ്റ് ഞാൻ വിട്ടു മൊത്തം ലോട്ട് തന്നെ കിട്ടണം इंटरेस्ट छोड़ रहा है ഞാന് തരാൻ മറന്നു എന്താ ഇത് കല്യാണത്തിന് വരുമ്പോ മണവാട്ടിക്കല്ലേ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് അയ്യോ ഞാനത് മറന്നു സിമ്രാന്റെ കാര്യം ओहो अच्छा ये इनको पटा रहे हैं ആ പട്ടേലർ ഇൻട്രസ്റ്റ് വിട്ടുന്നതിന്റെ ഇൻട്രസ്റ്റ് എന്താണെന്നറിയാമോ എന്താ ആ പെണ്ണിനെ ആ വീൽ ചെയർ ഉൾപ്പെടെ എന്റെ ചലോ. തലയിൽ വെക്കാനുള്ള ഒറ്റ ये ഇൻട്രസ്റ്റ് कितने चंट आदमी है यार ഇതിൽ मतलब मैं समझी नहीं पटेल जो है वो इंटरेस्ट क्यों माफ कर रहा है क्योंकि इनको पता है वो अपनी लड़की चढ़ा देगा इनके ऊपर എങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കും മാത്രല്ല ആ കുട്ടിക്ക് എന്നെ ഒരു നോട്ടമുണ്ട് लड़की भी मिल रही है पैसा भी माफ हो रहा है क्या बात है जो उधार लिया है और वो खुश है അതിന് നിന്റെ വീട്ടുകാർ ഇതിന് സമ്മതിക്കും സമ്മതിച്ചേ പറ്റൂ दे मस्ट ഒരു പുരുഷന്റെ ജീവിതത്തിലെ अच्छा वो ഏറ്റവും വലിയ गुजराती है business इसलिए मैरिज इज द मोस्ट इम्पोर्टेंट बिजनेस डील നിന്റെ അച്ഛൻ. वो ഇത് നിന്റെ അമ്മ അത് ചേട്ടത്തിയമ്മ अच्छा ഇതെന്താണ് റേഡിയോ നാടകം നീ അല്ലേടാ ഇത്രയും പേരോടെ ഉണ്ടായിട്ടും ആരോടും പറയാതെ നീ ഒറ്റയ്ക്ക് നിന്റെ കല്യാണം തീരുമാനിക്കാന്ന് വെച്ചാല് മോനെ നടക്കാൻ വയ്യാത്ത ഒരു പെണ്ണിനെ നീ എന്തിനാ കെട്ടുന്നത് हाँ ഒരു മാനുഷിക പരിഗണന അത്രയും കണക്കാക്കി കൂടെ अच्छा അവരുടെ അപ്പനപ്പൂപ്പന്മാരുണ്ടാക്കിയ സ്വത്ത് നോക്കിയെടുത്താൽ ओ ये सिर्फ एसेट पे ही ध्यान है इनका പരിഗണന അതെ വെറും ദരിദ്രനായ ഞാനെന്ന ഈ മനുഷ്യനോടുള്ള ഒരു പരിഗണന इनकी ह्यूमैनिटी खुद तक है हाँ
കാര്യം ഞാൻ പറയാം. നീ ആ പെണ്ണിനെ കെട്ടുകയാണെങ്കിൽ നിന്നെ വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല. ഓലെ ഇവിടുത്തെ ദാരിദ്ര്യം നിങ്ങളുടെയൊക്കെ കൂടെ അനുഭവിക്കാൻ എന്നെ അനുവദിക്കണം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവുന്നേ. इनसे कोई नहीं जीत सकता. ഷെയർ യുവർ പോവർട്ടി. അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതങ്ങ് നടത്തി കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ നാണം കിടുന്നത് നമ്മളായിരിക്കും. എന്താണെന്ന് വെച്ചാ ചെയ്തു ഒലക്കെ. നാളെ തന്നെ പട്ടേലരെ കണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കണം. अच्छा चलो करो फिक्स. എന്താ പുറത്തൊരു ശബ്ദം? ആരെ പുറകുവശത്ത്? കൊച്ചിച്ചനെ റബ്ബർ ഷീറ്റ് എടുക്കാൻ വന്നതാ. Rubber നേടി sheets. കൊടുത്താ വാങ്ങില്ല, കുറച്ചില്ല. കുടിക്കാൻ കാശില്ലാണ്ടാവുമ്പോ ഷീറ്റ് മോഷ്ടിക്കാൻ വരും. ഇതാരും അറിയുന്നില്ല. चोरी करता है घर पे. അഭിമാനം വെച്ച് എന്നെ കിട്ടുക. സ്വന്തം അനിയനാ എന്നോട് ആ വീട്ടിൽ കാലുകുത്തി പോறது പറഞ്ഞാൽ ये हिले हुए लग रहे हैं थोड़े. ആ വീട്ടിൽ കൊണ്ടുവന്നൊന്നും കഴിക്കാൻ പാടില്ലാത്തതാണ് ഞാൻ. പക്ഷേ നീ കൊണ്ടതായോണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക. ബെസ്റ്റ്. അതുകൊണ്ട് എന്താ അലർജി അല്ലാത്തത്? അല്ല നിനക്കെന്താ പ്രശ്നം? എനിക്കെന്ത് പ്രശ്നം? മോൻ കൊച്ചോട് സത്യം പറ. നീ എന്തെങ്കിലും ഏടാകുളത്തിന് ചാടിയിട്ടുണ്ടോ? नहीं നിങ്ങളുടെയൊക്കെ ഇടയിൽ ജനിച്ചു എന്നല്ലാതെ. അല്ല നിന്റെ പേര് ടിവിയിൽ പറയുന്നത് TV? ഒന്ന് രണ്ട് പ്രാവശ്യം. ഉല്ലാസം നാനും ദ്രോഹം ചെയ്ത ആളാ. ओ വേണമെന്നൊക്കെയാ പറഞ്ഞേ. ഫോട്ടോ വല്ലതും കാണിച്ച അവിടെ കാണിച്ചു കൂട്ടിയ വൃത്തികെട്ട നാറിയ പ്രവൃത്തികൾ കാരണമല്ലേ? ओहो इसका नाम तो हर जगह चल गया. താങ്കളുടെ അയൽ സംസ്ഥാനങ്ങൾ നടത്തിയ തിരിമറികളെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് എതിർകക്ഷികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ ആരോപണങ്ങളിൽ എന്തുമാത്രം സത്യമുണ്ട്? പറയൂല്ല. यही उल्लास है ना. എന്തിലൂടെ പറയാൻ? എന്തുമാത്രം സത്യമുണ്ട്? ഇപ്പൊ സംസാരിച്ച CDP നേതാവിനോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ആ പാർട്ടിക്ക് ആകെ കിട്ടിയിരിക്കുന്ന സീറ്റാണ്. ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എന്നെ പോലെ ये उल्लास. വേറെ ये खुद भी चीटिंग कर रहे थे. उनको लग रहा है मेरा नाम आ गया. घबरा गए. TDPയുടെ സ്ഥാനാർത്ഥി കളാരൻ മാസ്റ്ററും KDPയുടെ യുവ നേതാവ് ഉല്ലാസ് കുമാറും തമ്മിൽ വാശിയേറിയ പോരാട്ടത്തിനാണ് കളമൊരുങ്ങാൻ പോകുന്നത്. अब क्या इनको सूझा? ये क्या है? ये वो कैंडिडेट तो नहीं बन जाएंगे? ഞാൻ മാത്രമല്ല പിന്നെ നീയും. You too. KDP. നോമിനേഷൻ കൊടുത്തു. ഉല്ലാസ് കുമാരൻ എന്ന ഇയാളുടെ കുറച്ച് വോട്ടുകൾ നിനക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്താ हाँ എടാ ഇതിനെയാണ് അപര സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. Proxy. ഇവന്റെ പാർട്ടിക്കാരൻ കഴിഞ്ഞ തവണ ഇവിടുന്ന് നിസ്സാര വോട്ടിനെ ജയിച്ചത്. ഞാൻ വോട്ട് പിടിച്ചാൽ ഇവൻ തോന്നും. हाँ അത് ഒഴിവാക്കാൻ ഇവൻ എന്തും തരും, എന്തും. अच्छा. ശരിക്കും രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കൂടെ? ഒരു മെഷീൻ വീട്ടിൽ വാങ്ങി വെക്കാം. गैस काउंटिंग मशीन ले लें. വാങ്ങും. ആ കൊറേ അധികമുണ്ടത് ആ മെഷീനിൽ ചെറുതെന്നും പറഞ്ഞങ്ങോട്ട് തീർന്നുകൊണ്ട് खुद से गिनो. നമ്മുടെ സ്ഥാനാർത്ഥി എവിടെയാണാവോ? കിഴക്കേക്കര പഞ്ചായത്തിലാണോ? ഉല്ലാസ് അകത്തുണ്ടോ? എന്താ പേരെന്ന് പറഞ്ഞത്? ഉല്ലാസ്. നിങ്ങളുടെ പേരും അത് തന്നെയാണോ? അങ്ങനെ ആയിപ്പോയി. उल्लास. पर डायरेक्टली उसके पास जा रहे हो तो मार पीट देगा. ഭാവികളാ. നമസ്കാരം. കിഴക്കേക്കര അല്ലട്ടോ, കഞ്ഞിക്കുഴിയാണ്. ഞാൻ നേരത്തെ ഫോണിൽ വിളിച്ചിരുന്നു. അപര് കഴിഞ്ഞ തവണത്തെ അപരിന് ഇപ്പൊ എന്നാ ചെയ്യുവാ? ബസ് സ്റ്റാൻഡിൽ പിച്ചെടുക്കുക. കാല് പോയ പിന്നെ എന്നാ ചെയ്യാനാ? वो बोला ही था वो तो डराएगा ही. നോമിനേഷൻ പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഫോണിലൂടെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. വെറും 5 ലക്ഷം രൂപയല്ലേ നിങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ? മൈ ഡിയർ ഫ്രണ്ട്, നേരെ പാർട്ടി ഓഫീസിലേക്ക് അവിടെ നിങ്ങൾ നക്കാപ്പിച്ചു തരും. അതും വാങ്ങി ഓടി രക്ഷപ്പെടാ. ഒരു 1.5 ലക്ഷം രൂപ 1.5 पे आ गया. ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു ചെയ്യുന്നോടാ. ഇറങ്ങി പോടാ. പോകുന്ന വഴിക്ക് നോമിനേഷൻ പിൻവലിച്ചോളാം. ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല. നമുക്കിനി തെരഞ്ഞെടുപ്പ് ഗോതയിൽ വെച്ച് കാണാം. വാടാ. इनका कॉन्फिडेंस इनको बचा लेता है हर बार. നമുക്ക് ആ നോമിനേഷൻ ഇന്ന് തന്നെ പിന്നെ അപ്പൊ നീ ഓലപ്പാമ്പ് കണ്ടാ പേടിക്കില്ല എന്ന് പറഞ്ഞു. ഓലപ്പാമ്പ് കണ്ടാൽ ഞാൻ പേടിക്കില്ല. रियल स्नेक. सारी हवा निकल गई. ये पेपर स्नेक नहीं है. വേറെ കല്യാണം ഉറപ്പിച്ചോ? ഞാനാണെങ്കിൽ ഒരു ആവേശത്തിന് ഒരു വെല്ലും വിളിച്ചു. ഉല്ലാസേ, എല്ലാം ഓക്കെ അല്ലേ? ഓ എല്ലാം ഓക്കെയാണ്. सब ओके. ആ ഞാൻ 1-2 പ്രാവശ്യങ്ങളെ മൊബൈൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ആ സ്വിച്ച് ഓഫ് ആണല്ലേ? क्या हुआ? ये वो समझ रहे हैं. ഞാൻ സാജൻ കൊയിലാണ്ടി ഭയങ്കര ബ്രോക്കറാണ്. मैरिज ब्रोकर. സാറിന് ഇന്നാളൊരു പ്രപ്പോസൽ വന്നില്ലേനു? ആ പെണ്ണിന്റെ വീട്ടുകാർ അയച്ച തന്നെ
നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉല്ലാസം ചിലപ്പോ നിങ്ങൾ ഉല്ലാസല്ലേ ഭയങ്കര മോശം അഭിപ്രായമാണല്ലോ അവനെ പറ്റിയിട്ട്. ആ വൃത്തികെട്ടാണ് തറയാണ് പിന്നെന്താ കച്ചറ. बेकार, घटिया दूसरा उल्लास. അഭിപ്രായം. കണ്ട ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഞാൻ പെണ്ണാലോചിക്കും എന്റെ മായി ഇത്രയും സ്റ്റാൻഡേർഡായി നടക്കുന്ന ബ്രോക്കർ अच्छा അതും കാനഡ. हाई स्टैंडर्ड्स. वो कनाडा की लड़की ये है. പെണ്ണോ ആ അവിടെ ജനിച്ചു വളർന്ന അസല് മലയാളി പെൺകുട്ടി. മാസ വരുമാനം 10 റുപ്യ. वो स्टैंड पर मन. എടാ 10,000 രൂപ. അങ്ങനെ ഇവിടുത്തെ 10,000 റുപ്യ അല്ല നല്ല പെട്ടക്കണ കനേഡിയൻ ഡോളർ. फिर भी $10. നോക്കുകയാണെങ്കിൽ अच्छा 5 लाख रुपए. മുകളിൽ പോകും സ്പെക്കുലേഷൻ. ചാഞ്ചാക്ക അതിനല്ലേ മൊബൈൽ ഫോൺ റീചാർജ് ഒക്കെ. നീ എന്ത് പണിയെ കാണിക്കുന്നേ? കാണിക്കല്ലോ കൊടുക്കല്ലേ. അവനിട്ട് നല്ല 8ന്റെ പണി. उसके लिए रिश्ता आया है, ये शादी कर रहे हैं. ആളെ കിട്ടി. ഹലോ ഉല്ലാസാണ്. ये अलग ही आदमी है. അവിടെ ഗുഡ് ഈവനിങ്. എന്താ ഒന്ന് എടുക്കട്ടെ. എന്ത് പെണ്ണ് പെണ്ണ് ഉള്ളത് പോലെ പറയണമല്ലോ. മിനിമം 3 പാക്കറ്റ് സിഗരറ്റെങ്കിലും എനിക്ക് 3 pack cigarettes every day. മദ്യപാനം ഡെയിലി എനിക്ക് ഒരെണ്ണം വേണം. അയ്യോ പെഗല്ല ഒരു ഫുൾ spoil कर रहे हैं ये तो. കൈ വിറയ്ക്കും. ശരി ശരി മാറി. എന്നാ പിന്നെ ഹൃദയങ്ങളോട് കൈമാറിന്റെ കാര്യങ്ങൾ എളുപ്പമാവുകയും. എന്താ അല്ലെങ്കിൽ ഇനി इसको കാര്യങ്ങൾക്ക് पैसा चाहिए എളുപ്പമായിരിക്കും. बस. പോട്ടെ ജീവനോടുണ്ടെങ്കിൽ കാണാം. ഹലോ ഉല്ലാസ് സ്പീക്കിംഗ്. അപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് അല്ല. ശരി क्या हुआ? എതിർ പാർട്ടിക്കാരാ നോമിനേഷൻ പിൻവലിച്ചില്ലെങ്കിൽ അവര് अरे वाह यार. Not withdrawing. ഒരു 50,000 തരാം. किस्मत हो तो ऐसी. മൊത്തം Withdraw मत करो. എനിക്ക് കിട്ടുന്ന ഓരോ Every vote I win. ഒരു വോട്ടിന് 500 രൂപ. 500 रुपए for every vote. അത് തരാതെ പാർട്ടിയുടെ ലെറ്റർ പാഡിൽ എഴുതി തരും വേണം. സുഹൃത്തെ, ഇത് എത്തിക്സ് ഉള്ള ഒരു പാർട്ടിയാണ്. ഇത്തരം വിലപേശലുകൾ ഞങ്ങൾ അനുവദിക്കാറില്ല. അപ്പൊ ശരി ശരി. അല്ല ഒരു 100 രൂപ തരാം. 100 रुपए के लिए रुक गए. Per vote. നീ വിളിക്കുന്ന vote, ഓരോ अच्छा. വോട്ടിനും 100 റുപ്യ വീതം. എന്താ അപ്പ എത്തിക്സ് 100 രൂപ വരെ എത്തിക്സ് ഒന്നും ഇല്ല. ओ लास्ट तो यार क्या आदमी है ये, हर जगह जाके बिकने को तैयार है. इसको बस पैसे चाहिए कहीं से भी. ये चीटिंग फ्रॉड इनके लिए कुछ नहीं है. लाइक ये शादी करने को तैयार है वो पटेल से क्योंकि इनका कर्जा माफ हो रहा है और ये यहाँ पे इसलिए आ रहे हैं कि भाई इनको कुछ भी करके पैसे मिल जाए. और ये पार्टी नहीं दी तो अपोजिशन पार्टी दे रही है और वैसे अपोजिशन पार्टी ही ऐसे खड़े करती है ताकि करे. और इनको यहाँ पे हर वोट का 100 रुपये. तो अगर 100 वोट भी मिल गए इनका तो काम बन जाएगा थोड़ा. और 1000 वोट मिल गए तो बहुत अच्छा काम बन जाएगा. मुझे तो सिर्फ पैसा ही पैसा दिख रहा है कि कितना पैसा कमा सकते हैं. मतलब ये इनका मनी माइंडसेट है वैसा पर गलत वे में है. और जहाँ जाते हैं यार इनकी चीजें मतलब इनके फेवर में ही होती है. कमाल है ये आदमी. सही में. आप लोग कैसा लगा कमेंट्स में जरूर बताएगा. तो इसे लाइक करते जाए, कमेंट करते जाए, शेयर करते जाए. सब्सक्राइब करिए. बाय.